ഗവർണറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. വി ഡി സതീശൻ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ അധികാരമേൽക്കും. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ 21-ന് നടക്കും. സാരംഗ് സുധാകരൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഗവർണറെ കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് വി ഡി സതീശനൊപ്പം ഉണ്ടായിരുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, വലിയ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ശേഷം പിന്നീട് നടന്ന ഒരു സന്ദർശനമായിരുന്നു ലോക് ഭവനിലേക്ക് നടന്നത്. പ്രധാനമായും ദീപാദാസ് മുൻഷിയും ഒപ്പം സണ്ണി ജോസഫും നിയുക്ത മുഖ്യമന്ത്രി ആയിട്ടുള്ള വി ഡി സതീശനുമാണ് ഗവർണറെ കൂടിക്കാഴ്ച നടത്തിയത്. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഒരു 11 ദിവസത്തെ കാഴ്ചവെപ്പിന് ശേഷമാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്, അതായത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപനം നടന്നത്. പക്ഷെ അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളിലും വളരെ വേഗത കൈവരിച്ചിരുന്നു. ഫീൽഡ് മീറ്റിംഗ് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലായിക്കോട്ടെ, എല്ലാം വളരെ വേഗത്തിൽ തന്നെ നടന്നു. ആദ്യം 7 മണിക്ക് നടത്താൻ ഉദ്ദേശിച്ചത് പിന്നീട് 7:30 മാറ്റുകയായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ 7 മണിക്ക് തന്നെ സംഘം, അതായത് ഈ ഒരു വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗവർണറെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നാണ് വിവരം. അന്ന് തന്നെ മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ നടത്തും എന്നും അറിയുന്നു. കാരണം ആ സമയം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് തിങ്കളാഴ്ചക്കകം ഈ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിലടക്കം വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു തർക്കത്തിന് ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം. കാരണം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വലിയ തർക്കങ്ങൾ, വലിയ വിവാദങ്ങളടക്കം നമ്മൾ ഇത്രയും ദിവസം കണ്ടതാണ്. അതിനുശേഷം വരുന്ന വലിയൊരു പ്രതിസന്ധി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിസന്ധി ഇല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ പോലും തിങ്കളാഴ്ച വരെ ഉള്ള സമയത്തിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ട് എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികളില്ല. വളരെ എളുപ്പത്തിൽ ടീം UDF ആയിട്ട് തന്നെ ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഒരു UDF നേതൃത്വം അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു കുറച്ച് ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ അടുത്ത സർക്കാർ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കാൻ വേണ്ടത്. ശരി, സാരംഗ് സുധാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വി ഡി സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ ദിവസങ്ങളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനാണ് വിരാമമായത്. സതീശനെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ 61 MLA-മാർ പങ്കെടുത്തു. രമേശ് ചെന്നിത്തലയും തൃപ്പൂണിത്തുറ MLA ദീപക് ജോയിയും പങ്കെടുത്തില്ല. ദീപക് ജോയി ആശുപത്രിയിലായതിനാലാണ് പങ്കെടുക്കാതിരുന്നത്. ഇരുവരും വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് കൈമാറിയിരുന്നു. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനായത് ടീം UDF-ന്റെ പ്രവർത്തനം കൊണ്ടാണ്. പുതു കേരളത്തിനായും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും കഠിനാധ്വാനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി സ്ഥാനം ദൈവികമായ നിയോഗമെന്നും വി ഡി സതീശൻ പറഞ്ഞു. എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF-ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്നൊരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോടുകൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർന്നു. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിന്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്.
ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്, നേതാവ് കൂടിയാണ് ശ്രീ KC വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനോട്, അതുപോലെ ഇവിടുത്തെ ചുമതല AICCയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയോട്, എല്ലാവരോടും അവരുടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം കേരളം അതിന്റെ ഏറ്റവും വലിയ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ ഒരു ചിത്രമുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ, പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. അനിശ്ചിതത്വങ്ങളും നാടകീയതയും നിറഞ്ഞു നിന്ന 10 ദിവസങ്ങൾക്ക് ശേഷം 11ാം ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് AICC ആസ്ഥാനത്ത് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിർണായക പ്രഖ്യാപനം വന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കാൻ, നിയമസഭാ കക്ഷി നയിക്കാൻ സതീശനെ, പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അതോടുകൂടി ആശങ്ക നിറഞ്ഞ, അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ മുഖങ്ങൾ സന്തോഷത്തിലേക്ക് വഴിമാറി. സതീശന്റെ ആലുവ ദേശത്തെ വീട്ടിലും അതുപോലെ തന്നെ കന്റോൺമെന്റ് ഹൌസിലും വലിയ സന്തോഷം അലയടിച്ചു. സംസ്ഥാനത്തൊട്ടാകെ സതീശന് വേണ്ടി പ്രകടനങ്ങൾ നടന്നു. രാവിലെ ആലുവയിൽ നിന്ന് തിരിച്ച് സതീശൻ 12 മണിയോടുകൂടി കന്റോൺമെന്റ് ഹൌസിൽ എത്തിച്ചേർന്നു. അവിടെ വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. തുടർന്ന് വാർത്താ സമ്മേളനം നടത്തി എല്ലാവർക്കും തന്നെ ഈ പദവിയിലേക്ക് എത്താൻ സാധിച്ച എല്ലാവർക്കും സതീശൻ നന്ദി പറഞ്ഞു. നേതാക്കളിൽ ഓരോരുത്തരായി പ്രവർത്തകർ വലിയ കൂട്ടത്തോടെ കന്റോൺമെന്റ് ഹൌസിലെത്തി നിയുക്ത മുഖ്യമന്ത്രിക്ക് ആശംസ നേർന്നു. അതിനുശേഷം അദ്ദേഹം പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ, അതായത് VM സുധീരൻ, AK ആന്റണി ഉൾപ്പെടെയുള്ള, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ നേതാക്കളെ വീട്ടിലെത്തി കണ്ടു. ഇതിനിടെ രമേശ് ചെന്നിത്തലയുടെ വലിയ അതൃപ്തി പുറത്തു വന്നു. രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്ന് അമ്പലപ്പുഴയിലേക്ക് പോയി എന്ന വാർത്തകൾ പരന്നു. പിന്നീട് അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. സതീശൻ ഇതിനിടെ മറ്റു നേതാക്കളെയൊക്കെ കണ്ട് അദ്ദേഹത്തിനെ സംസ്ഥാനത്തെ പോലീസ് മേധാവി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കാണുകയും ചെയ്തു. വൈകുന്നേരം 6 മണിയോടുകൂടി AICC നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തി. തുടർന്ന് നിയമസഭാ കക്ഷി യോഗം 61 MLA മാർ പങ്കെടുത്തു. രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. സതീശനെ നിയമസഭാ കക്ഷി നേതാവാക്കണമെന്ന നിർദ്ദേശം, ഹൈക്കമാൻഡ് തീരുമാനം ദീപാദാസ് മുൻഷി നിയമസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. സതീശന്റെ പേര് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് MLA നിർദ്ദേശിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന നേതാവ് പിന്താങ്ങി. അതിനുശേഷം സതീശനും AICC പ്രതിനിധികളും യോഗത്തിൽ സംസാരിച്ചു. 61 MLA മാരാണ്. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അസുഖബാധിതനായ ദീപക് ജോയിയും പങ്കെടുത്തില്ല. മറ്റ് MLA മാരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. 18ാം തീയതി സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കും. യോഗത്തിന് ശേഷം രമേശ് ചെന്നിത്തല സതീശൻ ഉൾപ്പെടെ നേതാക്കൾ ലോക്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. അതിനടിസ്ഥാനത്തിലാണ് അദ്ദേഹം മന്ത്രിസഭ രൂപീകരിക്കാൻ സതീശനെ, കോൺഗ്രസിനെ ക്ഷണിച്ചത്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കും. 1000കണക്കിന് 14കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ ഒരു ആഘോഷമാക്കിയത് മാറ്റാനാണ് തീരുമാനം. 21 MLA മാരുടെ സത്യപ്രതിജ്ഞയും നടക്കും. 18-ന് ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്ന് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. 21-ന് MLA മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. 10 വർഷങ്ങൾക്ക് ശേഷം 10 വർഷം അധികാരത്തിൽ മാറ്റപ്പെട്ട UDF സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ, ആദ്യ പ്രഖ്യാപനങ്ങൾ എന്നിവ വളരെ നിർണായകമാണ്. വലിയ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു. വലിയ വെല്ലുവിളികളും രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാൽ അതിർത്തി അടക്കം വലിയ വെല്ലുവിളികളും സതീശന് മുമ്പാകെയുണ്ട്. ഏതായാലും നാളെ മുതൽ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് നാളെ തന്നെ കടക്കും. മുഴുവൻ ക്യാബിനറ്റും ഒരുമിച്ച് സത്യപ്രതിജ്ഞ നിലപാടാണ് സതീശനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.